ചെറിയ മൈന്യൂട്ടായ ബ്രീത്തിങ് മൊമെൻറ്റ്സ് നിങ്ങൾ പടം കാണണം. മസ്റ്റ് വാച്ചാണ്, ഇതൊരു വേർത്ത് വാച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഈ പടത്തിനുണ്ട്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ആഫ്റ്റർ ലോങ് ടൈമാണ് ഒരു ലെങ്തി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ ലെങ്തി വീഡിയോയുടെയും സ്റ്റാർട്ടിങ് ഇത് തന്നെയായിരിക്കും. ആഫ്റ്റർ ലോങ് ടൈം എന്ന് എത്രയൊക്കെ ശ്രമിച്ചിട്ടും റെഗുലറായിട്ട് ലെങ്തി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആഫ്റ്റർ ലോങ് ടൈം എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിയേഴ്സ് ഇറേ മൂവിയെ പറ്റിയാണ്. ഞാൻ അങ്ങനെ ഒരു മൂവി റിവ്യൂവർ അല്ല. റെഗുലറായിട്ട് മൂവി വാച്ച് ചെയ്തതിനെ പറ്റി റിവ്യൂ ഇടാറുമില്ല. നമ്മുടെ ചാനലിൽ തന്നെ വിരലുണ്ടാവുന്ന മൂവീസ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളൂ. അതും എന്നെ അത്രത്തോളം എക്സൈറ്റഡ് ചെയ്യിപ്പിച്ച മൂവീസ് മാത്രമേ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളൂ. അത് മൂവി റിവ്യൂസ് ഞാൻ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരു ലെങ്തി വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ലെങ്തി വീഡിയോ ഓഫ് എ മൂവി റിവ്യൂ. ഒരു ഹൊറർ മൂവിയുടെ റിവ്യൂ ആയിട്ടോ ഞാൻ ഈ ലൈറ്റ് കുറച്ചൊക്കെ ഇട്ടിരിക്കുന്നത്, ആ ഒരു ആംബിയൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇങ്ങനെ ഒരു ലെങ്തി വീഡിയോസ് ചെയ്യാൻ കാരണം ആ ഒരു മൂവി തന്നെയാണ്, ഡിയേഴ്സ് ഇറേ. ആ ഒരു മൂവി കണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ കയറി ഒരു ഷോർട്സ് വീഡിയോയിൽ ഒതുക്കണ്ട, അത് ലെങ്തി വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. സോ ഡിയേഴ്സ് ഇറേ ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. രാഹുൽ സദാശിവന്റെ മൂവിയിൽ അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതേ പാറ്റേൺ ആണ് ഈ ഒരു ഡിയേഴ്സ് ഇറേ മൂവിയിലും കീപ്പ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഹൊറർ എലമെന്റ് ആണ് ഈ ഒരു മൂവിയിലുള്ളത്. അദ്ദേഹത്തിന്റെ മുൻകാല മൂവീസ് ആയ ബ്രഹ്മയുഗം ആയാലും ഭൂതകാലം ആയാലും റെഡ് റെയിൻ ആയാലും എല്ലാം കംപ്ലീറ്റ്ലി ഒരു ഹൊറർ എലമെന്റ് കൂടിയ മൂവീസാണ്. അതേപോലെ ഒരു കംപ്ലീറ്റ്ലി ഹൊറർ എലമെന്റ് ആണ് ഈ ഒരു ഡിയേഴ്സ് ഇറേയിലും ഉള്ളത്. നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടു വളർന്ന കുറച്ച് ഹൊറർ കോമഡി മൂവീസ് ഉണ്ട്. ആ ഒരു കാറ്റഗറിയിലേക്ക് ഒരിക്കൽ പോലും ചേർത്ത് വെക്കാൻ പറ്റുന്ന മൂവിയാണ് ഈ ഒരു ഡിയേഴ്സ് ഇറേ എന്നുള്ളത്. കാരണം നമ്മൾ ആ ഒരു മൂവീസ്, ഇപ്പോൾ ആകാശഗംഗ ആയാലും നമ്മൾ ആ മൂവീസ് കണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ ഡിസ്ട്രാക്റ്റഡ് ആവാൻ വേണ്ടി ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഉണ്ട്, അതിൻ്റെതായ കുറച്ച് കോമഡി എലമെന്റ്സ് ഉണ്ട്. നമ്മുടെ മൈൻഡിനെ ഹൊററിൽ നിന്ന് മാത്രമല്ലാതെ ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ആ മൂവീസിലുണ്ട്. പക്ഷേ ഈ ഒരു ഡിയേഴ്സ് ഇറേയിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഹൊററിൽ നിന്ന് നമുക്ക് നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളും ഇല്ല. കംപ്ലീറ്റ്ലി ഹൊററാണ്, ഫുൾ ഓഫ് ഹൊറർ. ഇതൊരു പക്ക ഹൊറർ മൂവിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹൊറർ എന്ന് പറഞ്ഞ ആ ഒരു എലമെന്റിൽ നിന്ന് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഈ മൂവിയിലില്ല. പടം തുടങ്ങി ആ ഒരു ഫസ്റ്റ് സീൻ മുതൽ നമ്മൾ ആ മൂവിയിലേക്ക് ഇന്നാവാനാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡിസ്ട്രാക്ട് ആക്കുന്ന ഒരു കാര്യങ്ങളും, ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള സീൻസോ, ഒരു നമുക്ക് ആ സീൻ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും പേഴ്സണലി എനിക്ക് തോന്നിയില്ല. ഈ മൂവി കണ്ടവർക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. കുറച്ച് പേർക്ക് ഈ മൂവി ഒട്ടും കണക്റ്റ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പത്തിൽ കണ്ടു വളർന്ന ആ ഒരു ട്രാക്ക് ഉണ്ട്, ഒരു ഹൊറർ കോമഡി ട്രാക്ക് എന്നുണ്ട്. ആ ഒരു ട്രാക്കിൽ ചേർക്കാൻ പറ്റാത്ത മൂവിയാണിത്. കാരണം നമ്മളെ ഈ പടത്തിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ നമ്മളെ ചിരിപ്പിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ഹൊറർ മൂഡിലാണ്. നമ്മളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചിരുന്ന സീൻസ് പോലും ഇല്ല. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഓരോ മൊമെന്റ്സിലും ഹൈപ്പർ ചെയ്യിക്കുന്ന സീൻസാണ് കൂടുതലും മൂവിയിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് ചിലപ്പോൾ നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന സീൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കണക്റ്റ് ആവാത്തതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷെ ഞാനൊരു കംപ്ലീറ്റ് ഹൊറർ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നെ റിവ്യൂ ചെയ്യിക്കാൻ കാരണം തന്നെ ഈ ഒരു ജേണറാണ്, ഈ ഒരു ഹൊറർ മൂവി. ഞാൻ ഈ മൂവിയുടെ സ്റ്റോറീസ് ഒന്നും റിവീൽ ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് ഇതൊരു 80+ മൂവിയാണ്. കുറച്ച് മനക്കട്ടിയുള്ളവർ മൂവി കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും കുട്ടികളെ കൊണ്ട് മൂവി കാണാൻ പോകരുത്. കാരണം മുതിർന്നവരായാലും നമ്മളെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഹോണ്ട് ചെയ്യുന്ന കുറേ വിഷ്വൽസ് ആ മൂവിയിലുണ്ട്. കുറേ സീൻസ് ആയാലും ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള സീൻസൊക്കെ ആയാലും നമ്മളെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്ന കുറച്ച് വിഷ്വൽസ് ഈ മൂവിയിലുണ്ട്. സോ പടം കണ്ടു കഴിഞ്ഞിട്ടായാലും കുറച്ച് ദിവസങ്ങൾ നമുക്ക് ആ മനസ്സിൽ ആ മൂവീസിന്റെ ചിന്തകൾ ഉണ്ടാവും. ഞാൻ ആ പടം കണ്ടിട്ട് 2-3 ഡേയ്സ് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ ഒരു മൂവീസിലെ ചില വിഷ്വൽസ് തന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും ആ ചിന്തകൾ നമ്മളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. സോ കുട്ടികളെ ഒരു കാരണവശാലും ഈ മൂവിക്ക് കേറ്റരുത്. ഈ മൂവിയിൽ എടുത്തു പറയേണ്ടത് പ്രണവ് മോഹൻലാൽ തന്നെയാണ്. സത്യം പറഞ്ഞത് ഒരു 1 man ഷോ മൂവിയാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ദ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ലാലേട്ടന്റെ മോനല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കില്ലല്ലോ. സോ നമുക്ക് നല്ലൊരു പെർഫോമൻസ് പ്രണവ് മോഹൻലാലിന്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഈ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം എഴുതി കാണിക്കുന്നുണ്ട്, ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന്. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്നല്ല, ട്രൂ ഇവൻറ്റ്സ്. കാരണം കുറേ ധാരാളം യഥാർത്ഥമായ കാര്യങ്ങൾ ഈ പടത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ ആ കാര്യം മനസ്സിൽ വെച്ചിട്ട് പടം കണ്ടാൽ നമുക്ക് ഒന്നും കൂടെ പടത്തിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. പിന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ആൻഡ് ആർട്ട് ഡയറക്ടർ. ചില സൗണ്ട് നമുക്ക് വല്ലാണ്ട് നമുക്ക് ഒരു ക്രീപ്പി അറ്റ്മോസ്ഫിയർ ആണ് ആ പടത്തിൽ. ഈ പടം കണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ചില സീൻസ് കാണുമ്പോൾ
രാത്രിയാകുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും, ഓഹ് പണ്ടാരം രാത്രി ആയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മൾ ആ പടത്തിൽ ഇന്നായി കഴിഞ്ഞാൽ നമ്മൾ പോലും ആ മൂവിയിൽ രാത്രി സീൻസ് കാണിക്കുമ്പോൾ ദൈവമേ രാത്രി ആയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതേപോലെ നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ആ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് അതിൻ്റെ വിഷ്വൽസും അതിൻ്റെ സൗണ്ട് എഫക്റ്റും. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു പറയണം, റിയലിസ്റ്റിക്കായ മേക്കപ്പാണ്. ക്ലൈമാക്സിന് എടുക്കുമ്പോൾ സീൻസൊക്കെ ആയാലും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പണിത പണിയെല്ലാം ആ പടത്തിൽ നന്നായിട്ട് കാണുന്നുണ്ട്. ചെറിയ മൈന്യൂട്ടായ ബ്രീത്തിങ് മൊമെൻറ്റ്സ് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോറിയിലേക്ക് ഇൻവോൾവ് ആയി പോകും. ഞാൻ പറയുന്നില്ല, നിങ്ങൾ പടം കാണണം. കുറച്ച് മുതിർന്നവർ, ഐ മീൻ 80+ ഉള്ളവർ പോയി പടം കാണുക. മസ്റ്റ് വാച്ചാണ്, അതൊരു വേർത്ത് വാച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഈ പടത്തിനുണ്ട്. ചിലപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ടി വിയിലോ മറ്റും കണ്ടാൽ ചിലപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടിയെന്ന് വരില്ല. കാരണം ഇത്തരം ഹൊറർ എലമെൻറ്റ്സ് കംപ്ലീറ്റ്ലി ഉള്ളൊരു മൂവി തിയേറ്റർ വാച്ചാണ്. എന്നാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ വിഷ്വൽസ് ആയാലും ഓരോ സീൻസ് ആയാലും ഓരോ സൗണ്ട്സ് ആയാലും നമുക്കത് മസ്റ്റ് വാച്ചാണ്. നമ്മുടെ മലയാളം മൂവീസിൻ്റെ ലെവല് ഡേ ബൈ ഡേ ഇങ്ങനെ ഹൈ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വിഷ്വലി നമുക്ക് നല്ലൊരു ട്രീറ്റ് ആണ്. ഒരു ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്ന, ഒരു ഹൊറർ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പടം വേർത്ത് വാച്ചാണ്, മസ്റ്റ് വാച്ചാണ്. സോ തിയേറ്ററിൽ ഇതുവരെ പോയി കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. ഇതൊരു നല്ലൊരു ഹൊറർ മൂവിയാണ്. നമുക്ക് ആ മൂവീസ് കണ്ടു കഴിയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ബാക്കിയുണ്ടാവും. മേ ബി അത് സെക്കൻഡ് പാർട്ടിൽ തീർക്കുമായിരിക്കും. കാരണം നമുക്ക് ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരും. അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ. കാരണം ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഈ മൂവി കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഒരു ഫിനിഷിംഗ് ഇല്ല. നമ്മൾ പടം കണ്ടു കഴിഞ്ഞു, ഓഹ് എല്ലാ സമാധാനം പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്ന് കരുതുന്ന മൊമെന്റിലാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. അപ്പം നമ്മൾ തന്നെ ഓഹ് എന്താ നെക്സ്റ്റ് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പം നമുക്കത് മനസ്സിലാവും മേ ബി ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന്. പിന്നെ രാഹുൽ സാറിൻ്റെ തന്നെ മൂവിയുടെ ഒരു റെഫറൻസ് ഈ മൂവിയിൽ വരുന്നുണ്ട്. ഏത് മൂവിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, ഞാനായിട്ടൊന്നും തന്നെ റിവീൽ ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ പോയി കാണുക. അല്ലാതെ ഒരു ഹൊറർ കോമഡി അല്ലെങ്കിൽ നിങ്ങൾ ഈ തമിഴ് മൂവീസിൽ കാഞ്ചന, അരമ്പന അത്തരം മൂവീസാണ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ മൂവി കാണരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു ഹൊറർ കോമഡി എലമെൻറ്റ്സ് ഈ മൂവിയിൽ ഇല്ല. കംപ്ലീറ്റ്ലി ഹൊറർ മൂവിയാണ്. സോ എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പടം കണ്ടു കഴിഞ്ഞ് ഉടനെ റിവ്യൂ ചെയ്യാൻ പറ്റിയ ഒരു മൂഡ് എനിക്ക് കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് റിവ്യൂ ചെയ്യാം, സംസാരിക്കാം എന്ന് തോന്നിയത്. സോ ചിലപ്പോൾ എനിക്ക് കണക്റ്റ് ആയ പോലെ കാണുന്നവർക്ക് കണക്റ്റ് ആവണമെന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്കിതൊരു വേർത്ത് വാച്ചാണ്. ബിക്കോസ് ഐ ലവ് ഹൊറർ മൂവീസ്. എനിക്കൊരു ഹൊറർ ജേണർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി പേടിക്കണമെങ്കിൽ ഒന്ന് പോയി കാണുക. നിങ്ങൾ പേടിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വെള്ളസാരം എടുത്തു വന്ന പ്രേതത്തെയോ കരിമ്പൂച്ച മുമ്പിൽ ചാടുമ്പോൾ പേടിക്കുന്ന സീൻസോ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇതൊരു റിയലിസ്റ്റിക് മൂവിയാണ്. സോ ആ രീതിയിലിരുന്ന് കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. സോ എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ ബൈ.